എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള അതിപ്രശസ്തമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ന്യൂജേഴ്സിയിലെ പാർസിപ്പനി എന്ന സ്ഥലത്തുള്ള ഹിൽട്ടൻ്റെ എംബസി സ്യൂട്ട്സ് ഹോട്ടലിൽ താമസിച്ച ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് ഹാർബറിലുള്ള ലിബർട്ടി ഐലൻഡിലാണ് നിയോ ക്ലാസിക്കൽ ശില്പമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. ഹാർബറിനടുത്തായി നിർമ്മിച്ചിട്ടുള്ള 9/11 മെമ്മോറിയൽ ആണ് ഇത്. 2001 സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3000-ഓളം ആളുകളുടെ പേരുകളാണ് ഈ ഇരട്ട ഭിത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗം കടന്നു ചെല്ലുമ്പോൾ ന്യൂയോർക്ക് ഡൗൺ ടൗണിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. ഇവിടെ തലയുയർത്തി നിൽക്കുന്ന പുതിയ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെയും കാഴ്ച വ്യക്തമായി ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്നും ഫെറിയിൽ കയറിയാണ് ലിബർട്ടി ഐലൻഡിലേക്ക് പോകുന്നത്. രാവിലെ തന്നെ നിരവധി സഞ്ചാരികൾ എത്തിയിട്ടുമുണ്ട്. ടിക്കറ്റ് എടുത്ത് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഞങ്ങൾ ഫെറിയിലേക്ക് കയറി. ഒട്ടും താമസിയാതെ തന്നെ ഫെറി യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഡൗൺ ടൗണിൻ്റെ കാഴ്ചകളും പിന്നിട്ടുകൊണ്ട് ഫെറി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദൂരെയായി ലിബർട്ടി ഐലൻഡിൽ തല ഉയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കിരീടമണിഞ്ഞ് മേലങ്കി ധരിച്ച വിളക്കേന്തി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഭീമാകാരമായ ശില്പമാണ് ലിബർട്ടി സ്റ്റാച്യു. 1886 ഒക്ടോബർ 28 ഫ്രാൻസിലെ ജനങ്ങൾ അമേരിക്കയ്ക്ക് സമ്മാനമായി സമർപ്പിച്ചതാണ് ചെമ്പ് പൊതിഞ്ഞ ഈ ഭീമാകാര ശില്പം. ഫ്രഞ്ച് ശില്പിയായ അഗസ്തേ ബെർത്തോൾഡി രൂപകൽപ്പന ചെയ്ത ഈ ശില്പത്തിൻ്റെ ലോഹ ചട്ടക്കൂട് ഈഫൽ ഗോപുരത്തിൻ്റെ നിർമ്മാതാവായ ഗുസ്താവ് ഈഫലാണ് നിർമ്മിച്ചത്. റോമൻ സ്വാതന്ത്ര്യദേവതയായ ലിബർട്ടാസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്ലാസിക്കൽ രീതിയിലുള്ള ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ പ്രതിമ. വലതു കൈയിൽ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വലിയ വിളക്ക് ഉണ്ട്. ഇടത് കൈയിൽ ജൂലൈ 4, 1776 എന്ന് റോമൻ അക്കങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ഫലകവും കാണാം. ഇത് US-ൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപന തീയതിയാണ്. അടിമത്തം നിർത്തലാക്കിയതിൻ്റെ പ്രതീകമായിട്ടാണ് തകർന്ന ചങ്ങലകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രതിമയുടെ വലതു കൈയിലെ ദീപത്തിൻ്റെ ജ്വാല 24 കാരറ്റ് സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ലോകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നതിൻ്റെ ചിത്രീകരണമാണ് ഈ ദീപശിഖ. 1986 ശതാബ്ദി പിന്നിട്ട ഈ ശില്പം ആകെ 305 അടി ഉയരമുള്ളതാണ്. പ്രതിമയുടെ മാത്രം ഉയരം 151 അടിയും ഇത് സ്ഥാപിച്ചിട്ടുള്ള പീഠം 154 അടിയും ഉയരമാണ്. അങ്ങനെയാണ് ആകെ 305 അടി ഉയരം വരുന്നത്. 31 ടൺ ചെമ്പു തകിടുകളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതിമയുടെ മൊത്തം ഭാരം 2.5 ലക്ഷം കിലോഗ്രാം ആണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഫെറി ഇടയ്ക്ക് എല്ലിസ് ഐലൻഡിൽ നിർത്തിയ ശേഷമാണ് ലിബർട്ടി ഐലൻഡിലേക്ക് പോകുന്നത്. ഐലൻഡിൽ ഇറങ്ങുന്ന നമുക്ക് പ്രതിമയുടെ അടുത്തേക്ക് പോകുവാൻ സാധിക്കും. 1886 ഇതുപോലൊരു നിർമ്മിതി അത്യത്ഭുതകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിലും വലിയ പ്രതിമകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാലും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല. പ്രതിമയുടെ കുറേ അടുത്ത ഭാഗത്തെത്തി വിവിധ ഫോട്ടോകൾ എടുക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. പ്രതിമയുടെ ചുവട്ടിലേക്ക് പോകുന്നതിനും അവിടെ നിന്നും 377 പടികൾ കയറി പ്രതിമയുടെ മുകളിൽ പോകുന്നതിനും സൗകര്യമുണ്ട്. എന്നാൽ ഇതിന് കാലേ കൂട്ടി പ്രത്യേക ടിക്കറ്റുകൾ എടുക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം ഗ്രൗണ്ടിൽ വസന്തകാലം വിരിയിച്ച പൂക്കളെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്നും
എതിർവശത്തായുള്ള ഡൗൺ ടൗണിൻ്റെ കാഴ്ചയും അതിമനോഹരമാണ്. ചെറി ബ്ലോസം പൂക്കളുടെ കാഴ്ച വളരെ രസകരമാണ്. ഇവിടെയെല്ലാം നിന്ന് ഞങ്ങൾ വിശദമായ ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. പ്രതിമയുടെ പിൻഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഗാലറിയിൽ നിന്നും ഹാർബറിൻ്റെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും നല്ലൊരു കാഴ്ച കാണാവുന്നതാണ്. ഇവിടെ പ്രതിമയുടെ അടുത്തായി സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കയുടെ ദേശീയ പതാക കാറ്റിൽ പാറിപ്പറക്കുന്നത് നല്ലൊരു കാഴ്ചയാണ്. കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ലിബർട്ടി മ്യൂസിയം കൂടുതൽ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഫെറിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രതിമയുടെ കാഴ്ചകൾ ഞാൻ വീണ്ടും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വർഷങ്ങളുടെ ഒരാഗ്രഹ പൂർത്തീകരണവുമായി ഞങ്ങൾ വീണ്ടും ന്യൂയോർക്ക് നഗരക്കാഴ്ചകൾ കാണുന്നതിനായി പോവുകയാണ്. ആ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.